ഉം. ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഇന്ദിരയുടെ രൂപസാദൃശ്യം. വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ച. മറുപുറത്ത് നിൽക്കുന്നവരെ രാഷ്ട്രീയപരമായി വെട്ടിലാക്കുന്ന വാക്ചാതുര്യം. ഒരു ചെറുപുഞ്ചിരി കൊണ്ട് മാത്രം ആളുകളെ അഭിസംബോധന ചെയ്യുന്ന രീതി. വിശേഷണങ്ങൾക്ക് അതീതയായ പ്രിയങ്ക ഗാന്ധി വദ്ര. രാജീവ് ഗാന്ധിയുടെ മരണശേഷം പാർട്ടിയുടെ തലപ്പത്തേക്ക് ഇനി ആര് എന്ന ചോദ്യത്തിന് രാഹുലിന് മുന്നേ ഉയർന്നു കേട്ട പേരാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. കാലം ഒരുപാട് കഴിഞ്ഞിട്ടും രാഷ്ട്രീയത്തിലിറങ്ങാൻ സമയമായിട്ടും അമ്മയും സഹോദരനും നേതൃത്വത്തിലുണ്ടായിട്ടും പ്രിയങ്ക അധികാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിന്നു. ബിസിനസ്സുകാരനായ റോബർട്ട് വാദ്രയുടെ പത്നിയായിരിക്കാൻ തീരുമാനിച്ചു. 2 കുട്ടികളുടെ അമ്മയായി. രാഷ്ട്രീയത്തെ അടുത്തു നിന്ന് വീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് വേളകളിൽ പാർട്ടിയുടെ പ്രചാരകയായി. പ്രിയങ്കയുടെ ഇന്ദിരാ ശൈലി പാർട്ടിയിലേക്ക് യുവാക്കളെയും യുവതികളെയും അടുപ്പിച്ചു. എന്റെ അച്ഛൻ രാജീവ് ഗാന്ധിയാണ്. രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായ ആളാണ്. ആ സ്ഥാനം ഞാൻ മറ്റൊരാൾക്കും നൽകില്ല. തനിക്ക് മകളെ പോലെയാണ് പ്രിയങ്ക എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് പ്രിയങ്ക കൊടുത്ത മറുപടിയാണിത്. വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലും പ്രിയങ്ക പക്വത കാട്ടി. കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഇത് ധീര ജവാന്മാരുടെ ജീവത്യാഗത്തിന് മുമ്പിൽ നമിച്ച് ആദ്യ വാർത്താ സമ്മേളനം റദ്ദാക്കി മടങ്ങി. രാഷ്ട്രീയം പറയുന്നില്ലെന്ന് പറഞ്ഞ ദുഃഖത്തിൽ പങ്കാളിയായി പുതിയ രീതിയിൽ വഴികാട്ടി. രാഷ്ട്രീയത്തിൽ പടവെട്ടി തെളിയാൻ വന്ന പ്രിയങ്കയ്ക്ക് രാഹുലും കോൺഗ്രസും ചേർന്ന് നൽകിയത് വലിയ ദൗത്യമാണ്. യുപിയിൽ തകർന്നടിഞ്ഞ പാർട്ടിയെ തിരികെ കൊണ്ടുവരിക, അത് യോഗിയുടെയും മോദിയുടെയും യുപിയിൽ. പ്രിയങ്കയ്ക്ക് കൂട്ടിനുണ്ടായിരുന്നത് ജ്യോതി ആദിത്യ സിന്ധ്യ എന്ന യുവ നേതാവ്. 2019 ജനുവരി 23 കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന കാലത്ത് പ്രിയങ്ക കേൾക്കേണ്ടി വന്നത് അത്ര സുഖകരമായ കാര്യങ്ങളായിരുന്നില്ല. വസ്ത്രധാരണവും മനോനിലയും വരെ ചർച്ച ചെയ്യപ്പെട്ടു. കുടുംബാധിപത്യത്തിന്റെ പിന്തുടർച്ചക്കാരിയെന്നും കള്ളപ്പണക്കാരന്റെ ഭാര്യയെന്നും വരെ ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ ഭർത്താവിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് നിയമപരമായ അടിത്തറയില്ലെന്ന് തെളിയിച്ച് പ്രിയങ്ക സംഘടനാ ചുമതലകൾ ഏറ്റെടുത്തു. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം വൈകിയതിൽ ഈ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം. 2019 പ്രിയങ്ക രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് യുപിയിൽ കോൺഗ്രസിന് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് 2 മണ്ഡലങ്ങൾ മാത്രം. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് ഒന്നായി ചുരുങ്ങി. പരാജയപ്പെട്ടതാകട്ടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും. 2020 സെപ്റ്റംബർ 11 ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. സ്ത്രീ ശാക്തീകരണത്തിനും രാഷ്ട്രീയ പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് ലഡ്കി ഹൂം ലഡ്കി ശക്തി ഹൂം, ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് പോരാടണമെന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. എന്നാൽ 2022 പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങി. യോഗി ആദിത്യനാഥ് 251 സീറ്റുകൾ നേടി അധികാരത്തിൽ. 105 സീറ്റുകളുമായി SP. കോൺഗ്രസിന് നേടാനായത് 2 സീറ്റ് മാത്രം. ഈ തോൽവിയോടെ ഔദ്യോഗികമായി അല്ലെങ്കിലും പ്രിയങ്ക ചുമതലയിൽ നിന്നും അകന്നു. പല പരിപാടികളിലും പ്രിയങ്കയെ കാണാതായി. 2023 ഡിസംബറിൽ ഉത്തർപ്രദേശിന്റെ ചുമതല ഒഴിഞ്ഞു. എന്നാൽ അതൊരു പിൻവാങ്ങലായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് രാഹുലിന്റെ പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ പ്രിയങ്കയെ കണ്ടു. രാഹുലിന് എത്താൻ കഴിയാതെ പോയ ഇടങ്ങളിൽ പകരക്കാരിയായി. റായ്ബറേലിയിൽ രാഹുലിന്റെ വിജയം ഉറപ്പിച്ചു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം മങ്ങിയതിന് പിന്നിൽ പ്രിയങ്ക വഹിച്ച പങ്ക് അത്ര ചെറുതല്ല. സംഘടനാ നേതൃത്വത്തിൽ ഇല്ലാതിരുന്നിട്ടും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇടയ്ക്കിടെ അവരുടെ പേര് ആവർത്തിക്കേണ്ടി വന്നു. മിക്ക സംസ്ഥാനങ്ങളിലും ഏറ്റവും ആവശ്യമുള്ള പ്രചാരകയായി. സ്ത്രീകളോട് കാട്ടുന്ന മമതയും യുവാക്കൾക്ക് വേണ്ടിയുള്ള ശബ്ദവും ശ്രദ്ധിക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു. വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ മോദി 3.5 ലക്ഷം വോട്ടിന് മേൽ തോൽക്കുമായിരുന്നു. രാഹുലിന്റെ വാക്കുകളായിരുന്നു അത്. പ്രിയങ്കയിൽ കോൺഗ്രസിനും രാഹുലിനുമുള്ള വിശ്വാസമായിരുന്നു അത്. രാഷ്ട്രീയത്തിൽ പടവെട്ടി തന്റെ പേര് ജനഹൃദയത്തിൽ കുറിച്ചിടാൻ രാഹുലിന് വേണ്ടി വന്നത് 2 പതിറ്റാണ്ടാണ്. എന്നാൽ പ്രിയങ്കയ്ക്ക് അത് വേണ്ടി വന്നില്ല. രാഷ്ട്രീയത്തിൽ ഒരു പദവിയും വഹിക്കാതിരുന്നിട്ടും പ്രിയങ്ക സ്വന്തം ഇടം ഒരുക്കിയെടുത്തു. വയനാട്ടിൽ പാർലമെന്ററി പോരാട്ടത്തിലെ അരങ്ങേറ്റത്തിന് ഒരുങ്ങുമ്പോൾ ആ ഇടം തന്നെയാണ് അവരുടെ കരുത്ത്. രാഹുൽ ഗാന്ധി ഒരുക്കി വെച്ച മണ്ണിൽ സ്വന്തം പേരെഴുതാൻ പ്രിയങ്കയ്ക്ക് അധികം പ്രയാസപ്പെടേണ്ടി വരില്ല. പക്ഷേ പാർലമെന്റിൽ അവരെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാവായ സഹോദരന് തണലേകേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്.